Hi dears, Namaskaram. Welcome back to Variety Recipes. കോക്കനട്ട് സോയ ഫ്രൈഡ് മസാലയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഡിഷസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് സ്നാക്കായിട്ടും ഉപയോഗിക്കാം, ചോറിനും ചപ്പാത്തിക്കും സൈഡ് ഡിഷായിട്ടും ഉപയോഗിക്കാം. വളരെ ഡെലീഷ്യസ് ആണ്. ഈവനിങ്ങിലൊക്കെ ഇത് ചായയുടെ കൂടെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. സൺഫ്ലവർ ഓയിൽ ആയാലും കുഴപ്പമില്ല. പിന്നെ അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. നമ്മളിപ്പോൾ തൽക്കാലം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുള്ളൂ. അതിലേക്ക് ഞാൻ 100 ഗ്രാം സോയാ ബോൾസാണ്. ഇത് പീനട്ട് സൈസിലുള്ള സോയാ ബോൾസ് നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്തതാണ്. ഇത് ഈ നല്ല ചൂടുള്ള എണ്ണയിൽ നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യുക. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരും, കളർ ചേഞ്ച് ആവും. അതുവരെ നമുക്കിത് വഴറ്റി കൊടുത്തിരിക്കുക. മീഡിയം ഹൈ ഹീറ്റിൽ വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ സോയാ ബോൾസൊക്കെ ഏകദേശം ഈ കളറിലായി കിട്ടും. ഇതിൽ വെള്ളമൊക്കെ വറ്റി ഏകദേശം ഫ്രൈ ആയി തുടങ്ങുന്ന ഒരു സമയമാകുമ്പോഴേക്കും നമ്മളിതിലേക്ക് 2 വലിയ സവാള ഞാൻ വലുതാക്കി ചോപ്പ് ചെയ്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. സവാളയും ഈ സോയാ ബോൾസുമായിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. സവാളയൊക്കെ ഒന്ന് സോട്ടാവുന്നത് വരെ വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം 5 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാനിതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യമേ എണ്ണ ഒരുമിച്ച് മൊത്തത്തിലിട്ടാൽ ഈ സോയാ ബോൾസൊക്കെ അത് അബ്സോർബ് ചെയ്യും. അതുകൊണ്ടാണ് ആദ്യം കുറച്ച് എണ്ണ ഇട്ടിട്ട് സോയാ ബോൾസ് ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നീട് ബാക്കിയുള്ള എണ്ണയും കൂടി ചേർത്തത്. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് 1 ടീസ്പൂൺ വീതം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടീസ്പൂൺ വീതം ചേർത്ത് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾക്കൊരു ചെറിയ പച്ചമുളക് ഞാൻ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാട്ടോ. പച്ചമുളക് നല്ല എരിവുള്ളതാണെങ്കിൽ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരെണ്ണമേ ചേർത്തിട്ടുള്ളൂ. ഒരു വലിയ പച്ചമുളകായിരുന്നു, അതുകൊണ്ട് അത് ഞാൻ ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ എരിവിന് വേണ്ട 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക. കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ട് ഉപയോഗിക്കാം. പിന്നെ ഞാനിപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്യുക. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി. ഇതിലേക്ക് ഇനി ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കുക. അപ്പോഴേ ഈ സോയയിലോട്ടൊക്കെ ഈ ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ ക്രഷ് ചെയ്തെടുത്തതാണ്. മിക്സിയിൽ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യുക, അതായത് ഗ്രേറ്റ് ചെയ്യരുത്. ഇതിനകത്ത് കുറച്ച് വലിയ കഷ്ണങ്ങളും ഉണ്ടാകും തേങ്ങയുടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തായിട്ടും ഇടാവുന്നതാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് അതുപോലെയും ഇടാം. ഞാനിതിപ്പോൾ കുറച്ച് തേങ്ങയും ഉണ്ടാവും, ഗ്രേറ്റഡ് തേങ്ങയും ഉണ്ടാവും, കഷ്ണങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ സോയ ബോൾസിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തേങ്ങയും കൂടി ഒരു 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോഴേക്കും തേങ്ങാപ്പീരയും ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് തേങ്ങാ കഷ്ണങ്ങളും ചവക്കാൻ കിട്ടും.
അപ്പോൾ അത് നല്ലൊരു ഫീലാണ്, വളരെ ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ, അപ്പോഴേ ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി തൂവി കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് തൂവി കൊടുക്കുക. കുരുമുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുരുമുളക് പൊടിയുടെ മണമൊക്കെ എല്ലായിടത്തും ആകും. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ. എന്നിട്ടൊരു 1 മിനിറ്റെങ്കിലും നമ്മൾ ഈ കറിവേപ്പിലയും ഈ സോയാ മസാലയും കൂടി വഴറ്റി കൊടുക്കുക. അപ്പോൾ കറിവേപ്പിലയുടെ ടേസ്റ്റൊക്കെ ഈ മസാലയിൽ നന്നായിട്ട് ചേരും. അതിന് വേണ്ടിയിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾക്ക് ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയാണ് അത് ചേർത്തിട്ടുണ്ട്. അത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഗരം മസാലയുടെ ടേസ്റ്റൊക്കെ ഈ സോയ മസാലയിലൊക്കെ നന്നായിട്ട് ചേരാൻ വേണ്ടിയിട്ടാണ് 1 മിനിറ്റ് വഴറ്റി കൊടുക്കാൻ പറഞ്ഞത്. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ വേപ്പിലയുടെയും മറ്റേ കുരുമുളക് പൊടിയും ഗരം മസാലയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ കോക്കനട്ട് ഫ്രൈഡ് സോയ മസാല റെഡി ആയിട്ടുണ്ട്. വളരെ ഡെലീഷ്യസ് ആണ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇത് ടിഫിൻ ബോക്സിൽ വെച്ചുകൊണ്ട് പോകാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള കോക്കനട്ട് ഫ്രൈഡ് സ്പൈസി സോയ മസാല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് സ്നാക്കായിട്ടും ഉപയോഗിക്കാം, പിന്നെ നമ്മൾക്ക് ചോറിനും ചപ്പാത്തിക്കും സൈഡ് ഡിഷായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.